പ്രിയമുള്ളവരെ, ഇത് മാമ്പഴക്കാലമാണ്. മാമ്പഴക്കാലത്ത് പൊതുവെ വരുന്ന ഒരു പരാതിയാണ് കൃത്രിമമായി പഴുപ്പിച്ച മാമ്പഴങ്ങൾ മാർക്കറ്റിൽ വരുന്നു, അല്ലെങ്കിൽ കാൽസ്യം കാർബൈഡ് കൊണ്ട് പഴുപ്പിച്ച മാമ്പഴം മാർക്കറ്റിൽ എത്തുന്നു എന്ന രീതിയിലുള്ള പരാതി. നമുക്കറിയാം, മാമ്പഴമാവട്ടെ, അല്ലെങ്കിൽ പപ്പായ ആവട്ടെ, അല്ലെങ്കിൽ നേന്ത്രപ്പഴം, മൈസൂർ പഴം പോലത്തെ ബനാന ആവട്ടെ, ഇവയൊന്നും പഴുത്തതിന് ശേഷം പറിച്ചെടുത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വാഹനങ്ങളിലൂടെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ വിൽക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം ഇവയൊക്കെ ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ്, വളരെ പെട്ടെന്ന് കേടുവരുന്നവയാണ്. അതുകൊണ്ട് തന്നെ പഴുക്കുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ നടത്തി ഇവിടെ എത്തിയതിന് ശേഷം പഴുപ്പിക്കുന്ന രീതിയാണ് പല ഘട്ടങ്ങളിലും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്രിമമായി പഴുപ്പിക്കുന്ന രീതി പാടെ നിരോധിച്ചിട്ടില്ല. എന്നാൽ ചില രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പഴങ്ങൾ പഴുപ്പിക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ശരീരത്തിന് ഹാനികരമായ ചില രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പഴങ്ങൾ പഴുപ്പിക്കുന്ന രീതി കണ്ടുവരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചുകൊണ്ട് മാംഗോ, മാമ്പഴമാവട്ടെ, അല്ലെങ്കിൽ ബനാനയാവട്ടെ, അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊക്കെ കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചുകൊണ്ട് പഴുപ്പിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, സേഫായിട്ടുള്ള മറ്റു രീതികളേക്കാൾ പൊതുവെ ചിലവ് കുറഞ്ഞതും അതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതുമായ ഒരു രീതിയായതുകൊണ്ട് തന്നെ കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്ന രീതി പല ഘട്ടങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഈ കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചാലുള്ള പ്രശ്നം? കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങൾ പഴുപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് വഴി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രധാനമായിട്ടും അത് മൗത്ത് അൾസർ, വായിലുണ്ടാകുന്ന അൾസറിന് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഒക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഈ കാൽസ്യം കാർബൈഡ് ഒരു കാർസിനോജനായിട്ടാണ് കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്നത് വഴി അത് ക്യാൻസറിന് വരെ കാരണമാകുമെന്നും പഠനങ്ങൾ പറയുന്നു. അതുമാത്രമല്ല, പലപ്പോഴും ഈ കാൽസ്യം കാർബൈഡിൽ ചെറിയ അളവിൽ ഫോസ്ഫറസും അതുപോലെ ആർസനിക്കും അടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കാൽസ്യം കാർബൈഡ് മാംഗോയുമായിട്ട് അല്ലെങ്കിൽ മാങ്ങയുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ കാൽസ്യം കാർബൈഡിൽ ഉള്ള ആർസനിക്, ഫോസ്ഫറസ് തുടങ്ങിയവ മാങ്ങയിൽ വരികയും അത് കഴിക്കുന്നത് വഴി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ആർസനിക്കും ഫോസ്ഫറസും നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്കിൻ അൾസറിനും അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയറിനും അതുപോലെ തന്നെ തലകറക്കം, ഛർദി, അതുപോലെ ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. കാൽസ്യം കാർബൈഡ് റിലീസ് ചെയ്യുന്ന അസറ്റിലിൻ എന്ന് പറയുന്ന ഗ്യാസ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാൽസ്യം കാർബൈഡ് ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങൾ പഴുപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമത്തിന് കീഴിൽ വരുന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൊഹിബിഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ സെയിൽ റെഗുലേഷൻ 2011 പ്രകാരം കാൽസ്യം കാർബൈഡ് പഴവർഗ്ഗങ്ങൾ പഴുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് പാടെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നാം നേരത്തെ പറഞ്ഞു, മാംഗോ, അതുപോലെ ബനാന, അതുപോലെ പപ്പായ തുടങ്ങിയവ ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒരിക്കലും നമ്മൾ പഴുത്തതിന് ശേഷം കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അവ പഴുക്കുന്നതിന് മുമ്പ് പറിച്ചിട്ടാണ് നാം അത് പിന്നീട് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് വഴി അല്ലെങ്കിൽ കൃത്രിമമായി പഴുപ്പിച്ചിട്ടാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ഈ കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്തുപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അനുവദനീയമായ എന്താണ് ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. അതായത് എത്തിലീൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ് നടത്താം. അതായത് എത്തിലീൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നാച്ചുറലി തന്നെ പഴവർഗ്ഗങ്ങളിൽ അവ പഴുക്കുന്നതിന് കാരണമായിരിക്കുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊതുവെ നാച്ചുറലായിരിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഇത് പഴവർഗ്ഗങ്ങളിൽ പഴുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എത്തിലീൻ ഗ്യാസ് ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങൾ പഴുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് എത്തിലീൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സോഴ്സ് ഉണ്ടോ, ഏതൊരു ഘടകമുണ്ടോ, അതൊരിക്കലും ഈ ഫ്രൂട്ട്സുമായിട്ട് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, എത്തിലീൻ ഗ്യാസിന്റെ ഉൽപ്പാദനത്തിന് വേണ്ടി നമ്മൾ എത്തിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എത്തിലീൻ ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും 3-4 കാര്യങ്ങളാണ്. ഒന്ന്, എത്തിലീൻ ഗ്യാസ് സിലിണ്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ കംപ്രസ്ഡ് എത്തിലീൻ ഗ്യാസ് ആവാം, അല്ലെങ്കിൽ എത്തനോൾ ആവാം, അല്ലെങ്കിൽ എത്തഫോൺ ആവാം.
ഈ രീതിയിലുള്ള പല ഘടകങ്ങളും എത്തിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ഘടകങ്ങളും നാം ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഈ ഘടകങ്ങൾ നേരിട്ട് മാങ്ങയുമായിട്ട് അല്ലെങ്കിൽ പപ്പായയുമായിട്ട് അല്ലെങ്കിൽ ബനാനയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എത്തഫോൺ എന്ന് പറയുന്നത് എത്തിലീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. ഈ എത്തഫോൺ സോളിഡ് ഫോമിലോ ലിക്വിഡ് ഫോമിലോ നാം എടുത്തിട്ട് അതിൽ നേരിട്ട് പഴങ്ങൾ മുക്കിയെടുക്കുന്ന രീതി പല സ്ഥലത്തും കണ്ടുവരാറുണ്ട്. അതായത് എത്തഫോൺ ലായനിയിലേക്ക് ബനാനയൊക്കെ, പ്രത്യേകിച്ച് നേന്ത്രപ്പഴം പോലത്തെ ബനാന അല്ലെങ്കിൽ മൈസൂർ പഴമൊക്കെ നേരിട്ട് അത് എത്തഫോൺ സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ എത്തഫോൺ കലക്കിയ ലായനിയിലേക്ക് ഇത്തരത്തിലുള്ള പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന നേന്ത്രപ്പഴമൊക്കെ അല്ലെങ്കിൽ മറ്റു പഴങ്ങളൊക്കെ മുക്കിയെടുക്കുന്ന രീതിയുണ്ട്. അതൊരിക്കലും അനുവദനീയമല്ല. അതാണ് ഈ എത്തിലീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോസുകൾ ഒരിക്കലും ഫുഡുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് വരാൻ പാടില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എത്തഫോൺ സാഷ് ഉപയോഗിക്കാം. ഈ എത്തഫോൺ സാഷ് ചെറിയ പൗച്ചുകൾ ഉണ്ടാവും. അവ പ്രത്യേക ബോക്സുകളിലാക്കിയിട്ട് മാങ്ങ നിറച്ചിരിക്കുന്ന ബോക്സിൻ്റെ അകത്ത് നേരിട്ട് കോണ്ടാക്റ്റിൽ വരാത്ത രീതിയിൽ വെക്കുക. അപ്പോൾ അവയിലൊന്നും എത്തിലീൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എത്തിലീൻ ഗ്യാസ് ഈ മാംഗോ പഴുക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ എത്തിലീൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യലി ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ പഴുപ്പിക്കാം. അതല്ലാതെ കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങൾ പഴുപ്പിക്കാൻ പാടില്ല. അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കുക. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്